കുറേയധികം പ്രാക്ടിക്കൽ ടിപ്സ് ഉണ്ട് ഇംഗ്ലീഷ് നന്നാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്, ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ കുറച്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. മിറർ ടോക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമ്മളുടെ മുന്നിൽ ഒരു കണ്ണാടി ഉണ്ടെന്ന് വിചാരിക്കുക, ആ കണ്ണാടിയോട് നമ്മൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുക. ദാറ്റ്സ് വാട്ട് വി കോൾ മിറർ ടോക്ക്. അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആവും. നമ്മുടെ മുമ്പിൽ ഒരു വലിയ ക്രൗഡിനെ നമ്മൾ ഇമാജിൻ ചെയ്യുക, നന്നായിട്ട് സംസാരിക്കുക. ആക്ച്വലി നമ്മുടെ മുമ്പിൽ ക്രൗഡൊന്നും ഇല്ല, പക്ഷേ എങ്കിലും നമ്മൾ വിചാരിക്കുകയാണ് വലിയൊരു ക്രൗഡുണ്ട്. സോ അങ്ങനെ സംസാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ഫ്ലുവൻസിലേക്ക് എത്തും. അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇംഗ്ലീഷ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനും ഒരു സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതാക്കാനും. പിന്നെ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് സിനിമകൾ. നല്ല രീതിയിലുള്ള സിനിമകൾ, സീരീസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ഒരു ലാംഗ്വേജ് കോമ്പീറ്റൻസ് അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ ഒരു സ്ട്രക്ചർ വരും. നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് അതിലൊരു ബേസ് കിട്ടും. അതും നല്ലൊരു ഐഡിയ ആണ്. എന്ന് വെച്ചാൽ എപ്പോഴും സിനിമ കാണാമെന്നല്ല പറയണം, ബട്ട് സിനിമ കാണുന്ന സമയത്ത് ആദ്യമൊക്കെ സബ് ടൈറ്റിൽസ് ഓഫ് ആക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നീട് മെല്ലെ 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 ആ ഒരു ഫ്ലുവൻസിലേക്ക് നമ്മൾ എത്തും. പിന്നീടുള്ളൊരു കാര്യമാണ്, ഒരു പക്ഷേ എന്നോട് എൻ്റെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ ഒരു ട്രെയിനറുണ്ട്, മൂപ്പര് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ കമൻട്രീസ് ഒക്കെ കാണുമല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും മാച്ചസ് ഒക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ കമൻട്രീസ് ശ്രദ്ധിക്കുക. കമൻട്രീസ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൻ്റെ ലൈക്ക് ഫുട്ബോളിൻ്റെ അല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ ഏതെങ്കിലും ഒരു മാച്ച് കാണുന്ന സമയത്ത് ആ കമൻട്രി കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ കുറേയധികം വേർഡ്സ്, വൊക്കാബുലറി എന്ന് പറയും നമ്മൾ, അതിങ്ങനെ നമ്മൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. പദസമ്പത്ത് കൂടുന്തോറും നമ്മുടെ ലാംഗ്വേജിൻ്റെ ഒരു കേപ്പബിലിറ്റി കൂടും, അല്ലേ, അതിൻ്റെ ഒരു റിച്ച്നെസ് കൂടും. അതും നല്ലൊരു ഐഡിയ ആണ്. ചില മ്യൂസിഷ്യൻസ് പറയുന്നത് കേട്ടിട്ടുണ്ടാവും, സംഗീതമാകുന്ന മഹാസാഗരത്തിൻ്റെ കരയിലിരുന്ന് ചൂണ്ടിടുന്ന ഒരു കുഞ്ഞു കുട്ടിയാണ് ഞാൻ എന്നൊക്കെ. ഭാഷയുടെ കാര്യത്തിലും എസ്പെഷ്യലി ഇംഗ്ലീഷ് പോലുള്ള ഒരു ലാംഗ്വേജിൻ്റെ കാര്യത്തിലും ഇതേ ഫിലോസഫി തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾക്കിത് മുഴുവൻ കിട്ടണം അല്ലെങ്കിൽ മുഴുവൻ അറിയണം എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ഒരു ഫ്ലുവൻസിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക, ട്രൈ ചെയ്യുക, സംസാരിക്കുക, തെറ്റുകൾ ഉണ്ടാക്കുക, തെറ്റുകളിൽ നിന്ന് പഠിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്നിപ്പോൾ നമ്മൾ സംസാരിച്ച പോലെ കുഞ്ഞു സെഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. Till then, it's Harris signing off. Thank you so much.